പെൺകുട്ടി? ഹലോ, എന്താ ചിന്തിക്കുന്നേ? ആരാ ഈ പെണ്ണ്? ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് വന്ന് കേറിയതും എന്നെ പേര് വിളിക്കുന്നത് എങ്ങനെയാ? അതെങ്ങനെ ഇവളറിഞ്ഞു? അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പുറത്ത് വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ടല്ലോ, മിഥുന്റെ ഫോട്ടോയുടെ അടുത്ത് നിന്റെ ഫോട്ടോയും ഉണ്ട്, പിന്നെ പേരും എഴുതിയിട്ടുണ്ട്. മിഥുനും ഞാനും ഫ്രണ്ട്സാ. ഓ, ഫ്രണ്ടിന്റെ എൻഗേജ്മെന്റിന് വരാതിരിക്കാൻ പറ്റൂ? പിന്നെ വരണല്ലോ. അതുപോലെ എന്റെ ഫ്രണ്ടിന്റെ ലൈഫ് പാർട്ട്ണർ വഴുതി വീഴാൻ പോകുമ്പോ പിടിച്ചെഴുന്നേൽപ്പിക്കണ്ടേ? വളരെ നന്ദി. ഹായ് മഞ്ജരി. ഹായ് മിഥുൻ. പൊളി സെലക്ഷൻ ആണല്ലോ. താങ്ക് യു മഞ്ജരി. പക്ഷെ അതിലൊരു ന്യായം കാണുന്നില്ല. അതെന്താടോ? എന്റെ സെലക്ഷൻ പൊളിയാ, എന്നാ അവളുടെ സെലക്ഷനോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ओम ऐं मुहूर्तस्मुहूर्तोऽस्तु श्रीमन्महागणाधिपतये नमो नमः। गणानां त्वा गणपतिं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनशृण्वन्नोतिभिस्सीदसादनं श्रीगुरुभ्यो नमो नमः। गुरुर्ब्रह्मा गुरुर्विष्णुः गुरुदेवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ജഗദീഷ്, ജഗദീഷ് എങ്ങോട്ടാ? അകത്തേക്ക് പോടാ, മാറിക്ക്. വേണ്ട ജഗദീഷ്, മിഥുൻ സാറ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതല്ലേ. ഇപ്പൊ അകത്ത് കല്യാണ നിശ്ചയം നടക്കുക. ഇപ്പൊ നിന്നെ അകത്തോട്ട് കയറ്റിവിടാൻ പറ്റില്ല. ഇനി ഞങ്ങളെ കടന്നു പോയാ മിഥുൻ സാറ് വെറുതെ ഇരിക്കില്ല. അവൻ എന്തോലത്തോന്നാ? ഞാൻ വന്നതേ ഈ നിശ്ചയം മുടക്കാൻ വേണ്ടിയാ. ഇവന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്തോ? ജഗദീഷ്, ജഗദീഷ്, എത്തിയോ? ഇപ്പോഴാ ഒരു സമാധാനായത്. ഇന്നിനി ഈ എൻഗേജ്മെന്റ് നടന്നത് തന്നെ എന്റെ ലൈൻ ഇപ്പൊ ക്ലിയർ ആവും. ഓം ഐം മുഹൂർത്തസ്മുഹൂർത്തോസ്തു. ഇനി രണ്ട് കുടുംബക്കാരും എഴുന്നേറ്റ് താലം മാറ്റിക്കൊള്ളുക. വിവാഹ നിശ്ചിതാർത്ഥ ശുഭസമയേ സൂര്യാദീനാം നവാനാം ഗ്രഹാനാം അത്യന്ത ആനുകൂല്യതാ ഫലസിദ്ധിരസ്തു. നിങ്ങള് ഇത് അങ്ങോട്ട് കൊടുക്കുക. ഓം ധ്രുവം തേ രാജാവരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം തേന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ഓം സർവമംഗളമാംഗല്യേ മമ്മി, സർവാർത്ഥസാധികേ.
നമസ്കാരം സാർ. ഞാനിതുവരെ സാറിൻ്റെ വീട്ടിലെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു. പ്രശ്നങ്ങൾ ഇതുവരെ എത്തുമെന്നോ എനിക്കിവിടം വരെ വരേണ്ടി വരുമെന്നോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ജഗദീഷേ, ക്ഷമിക്കണം സാറേ. സാറിന് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഇവിടുത്തെ ഔദാര്യത്തിൽ ജീവിച്ചവനാ. ചതിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഇവിടേക്ക് വന്നത്. മേഘനയും ഞാനും തമ്മിൽ വളരെ നാളെ ഇഷ്ടത്തിലായിരുന്നു. അവൾക്കും എന്നെ ജീവനായിരുന്നു സാർ. പക്ഷേ ഞങ്ങൾക്കിടയിലേക്ക് കോടീശ്വരനായ സാറ് വന്നതും അവൾ എന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. സാറിനെ കിട്ടിയതും അവൾക്ക് എന്നെ വേണ്ടതായി സാറേ. അത് മാത്രമല്ല സാർ, മേഘനയും ഞാനും പലതവണ ഒന്നിച്ച് പുറത്തു പോയിട്ടുണ്ട്. അതിനവൾക്ക് താല്പര്യമായിരുന്നു. നിങ്ങളെപ്പോലുള്ള കോടീശ്വരന്മാര് അതിന് ഡേറ്റ് എന്നല്ലേ പറയാറ്? അങ്ങനെ പോയ സമയത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം എല്ലാം പങ്കുവച്ചു. അതിനുള്ള തെളിവുകളാണ് സാറേ ഈ കാണുന്നതെല്ലാം. എന്ത് തോന്നിയ സൈദ്? കൂൾ മേഘ്ന, ഞാനിങ്ങനെ തെളിവുമായിട്ട് കയറി വരുമെന്ന് ഒട്ടും വിചാരിച്ചില്ലല്ലേ. അപ്പൊ ദേഷ്യവും വരും. എന്ത് ചെയ്യാനാ, അതെന്റെ ബോസായിപ്പോയി. ഇപ്പോഴെങ്കിലും ഞാൻ അദ്ദേഹത്തോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ അതെന്റെ ബോസിനെ ചതിക്കുന്ന പോലെയല്ലേ. മിഥുനേട്ടാ, ഇതൊന്നും സത്യമല്ല. എനിക്കൊന്നും അറിയില്ല മിഥുനേട്ടാ. ഇതൊക്കെ ഇയാള് മനഃപൂർവ്വം ചെയ്യുന്നതാ. ശരിയാ, ഇവനൊരു വഷളനാ. എന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും എന്റെ ചേച്ചിയുടെ പുറകെന്ന് മാറുന്നില്ല. ചാരുമതി, നീ തന്നെയല്ലേ അന്ന് നിന്റെ ചേച്ചിയെ എന്റെ കൂടെ പറഞ്ഞയച്ചത്? പക്ഷെ നിനക്ക് അത് മാത്രമേ അറിയൂ. അതിനുശേഷം ഞങ്ങൾക്കിടയിൽ എന്തൊക്കെ നടന്നെന്ന് നിനക്കറിയില്ല ചാരു. ബോസ്, ഞാൻ ബോസിന്റെ നല്ലതിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ബോസ് ഒരു ജോലിക്കാരൻ കൊണ്ടുവരുന്ന പെണ്ണിനെ കെട്ടിയ ഈ സൊസൈറ്റിയിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് മുമ്പേ എല്ലാം അറിയിച്ചത്. ബോസിന് ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ മേഘനയോട് മാത്രമല്ല, മേഘനയുടെ ചെറിയമ്മയോടും ചെറിയച്ഛനോടും കൂടെ ചോദിക്ക്. എന്നെ ഇഷ്ടമാണെന്ന് മേഘന നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലേ? എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞത് സത്യമല്ലേ? എന്റെ കൂടെ ഇവള് ഡേറ്റിങ്ങിന് വന്നെന്നുള്ളത് സത്യമല്ലേ? അങ്ങോട്ട് ചോദിക്കു ബോസേ. എന്താ ഇത് മേഘനെ? എന്താ ഞാൻ ഈ കേൾക്കുന്നേ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പെരുമാറാനൊക്കെ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? വയനാട്ടിൽ ഒരു കുഗ്രാമത്തിൽ ജനിച്ച് കല്യാണ നിശ്ചയത്തിന്റെ അന്ന് തന്നെ അപ്പൂപ്പന് വായ്ക്കരി ഇട്ടവളായിരുന്നിട്ടും നിന്നെ കല്യാണം കഴിപ്പിച്ച് നിനക്ക് നല്ലൊരു ജീവിതം തരാൻ വേണ്ടി മാംഗ്ലൂർ കൊണ്ടുവന്നിട്ടും ജഗദീഷുമായിട്ട് നിന്റെ കല്യാണം ആലോചിച്ചതും ഞങ്ങൾ തന്നെയാ. പക്ഷേ അവനുമായിട്ട് പ്രേമിച്ച് നടന്നിട്ട് മിഥുനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഏത് വകുപ്പിലാ? ജഗദീഷിനെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും കാല് പിടിച്ച് ഈ നിശ്ചയം നിർത്തി ജഗദീഷുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്തി തരില്ലായിരുന്നോ?
ചെറിയമ്മേ, ഇതില് ചേച്ചി എന്ത് ചെയ്തുന്നാ? ചേച്ചിയെ കൊണ്ട് നിർബന്ധിച്ച് ജഗദീശനെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങളല്ലേ തീരുമാനിച്ചത്? നീ മിണ്ടി പോകരുത്. മൂത്തവര് സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറുന്നോ? ഞാൻ നിർബന്ധിപ്പിച്ചിട്ടൊന്നുമില്ല. ഇഷ്ടമാണോന്ന് 100 വട്ടം ചോദിച്ചിട്ടാ അവന് വാക്ക് കൊടുത്തതും ഇവള് ഇഷ്ടമാണെന്ന് പറഞ്ഞതും. ആയിക്കോട്ടെ, ഇഷ്ടമാണെന്ന് പറഞ്ഞത് പോട്ടെ, എല്ലാം ഒരു ലിമിറ്റിൽ നിർത്തണ്ടേ? ഇങ്ങനെ വൃത്തികേടും കാണിച്ചിട്ട് വന്നാ ഇത്രയും ചെയ്തു കൂട്ടിയിട്ട് കോടീശ്വരന്റെ ബന്ധം കിട്ടിയപ്പോ കണ്ണും മഞ്ഞളിച്ച് ഇങ്ങോട്ട് പോന്നത് എന്തിനാടി? എന്തിന് ഇവരെ ഇങ്ങനെ അപമാനിച്ചു? എനിക്കിതൊന്നും അറിയില്ല ചെരമ്മ. ദയവ് ചെയ്ത് ചെരമ്മ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്റെ അപ്പൂപ്പനാണ് ഞാൻ പറയുന്നത് എല്ലാം സത്യം. ആ ഫോട്ടോയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ചെരമ്മ. എന്റെ വൃത്തികേടുകളൊക്കെ ഇവിടെ നടക്കുന്നത്. ഏതാ സത്യമൊന്നും ഏതാ കള്ളൊന്നും ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വൃത്തികേടൊക്കെ കാണുമ്പോ ആരെ തെറ്റു പറയണ്ടേന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതല്ലേ മമ്മി, ഈ ബന്ധം നമുക്ക് ചേർന്നതല്ലെന്നും ഈ പെണ്ണ് എന്റെ ഏട്ടന് ചേരില്ലെന്നും. കേട്ടില്ലല്ലോ? പത്തര മാറ്റാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാരും എടുത്ത് തലേ വെച്ചില്ലായിരുന്നോ? ഇപ്പൊ അനുഭവിച്ചോ? ഇപ്പോഴും വൈകിട്ടില്ല അരുണമേച്ചി. ഇങ്ങനൊരു പെണ്ണിനെ ഈ വീട്ടിലെ മരുമോളാക്കിയ സൊസൈറ്റിയിൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഇതങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ? അങ്ങനെ പറയല്ലേ. എന്റെ ജീവനായ അപ്പൂപ്പനെ തൊട്ട് ഞാൻ സത്യം ചെയ്ത് പറഞ്ഞതല്ലേ. ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദയവ് ഇതെന്നെ വിശ്വസിക്ക. നിന്നെ ആദ്യമായിട്ട് കണ്ട് സംസാരിച്ചപ്പോ നീ നല്ലവളാണെന്ന് കരുതി. അതിൽ കളങ്കം ഉണ്ടാവില്ല എന്ന് വിശ്വസിച്ചു. നിന്റെ വ്യക്തിത്വം പത്തര മാറ്റാന്ന് കരുതി ഒത്തിരി സന്തോഷിച്ചു. ഓരോ മണിക്കൂറുകൾ കഴിയുന്തോറും എന്റെ മനസ്സിൽ നീ വന്ന് നിറയുകയായിരുന്നു. ആത്മാർത്ഥമായിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചേ. എന്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചും കഴിഞ്ഞായിരുന്നു. എന്നിട്ടിപ്പോ ഇത്രയും തെളിവുകൾ അവൻ നിരത്തിയപ്പോ അതല്ലാന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കല്ലേ? നിന്നെ ഈ വീട്ടിലേക്ക് സ്വീകരിക്കണോ വേണ്ടയോന്ന് എന്റെ മമ്മിക്ക് കൺഫ്യൂഷൻ ഉണ്ടായപ്പോ ഞാനാ നിർബന്ധിച്ചത്. നിന്നിലെ നന്മകളെ കുറിച്ച് പറഞ്ഞ് അങ്ങ് ആകാശത്തോളം ഉയർത്തി വെച്ചത് ഞാനാ. എന്നിട്ട് എന്നെ നീ ചതിച്ചല്ലേ? ആസ്തിയോ അന്തസ്സോ ഇല്ലെന്നും ഈ കുടുംബത്തിലേക്ക് ചേരാത്തവളാണെന്നും എന്റെ ഫാമിലിയിൽ എല്ലാവരും പറഞ്ഞതാ. ഒരു പെൺകുട്ടിയിൽ നമ്മൾ കാണേണ്ടത് പണവും പ്രതാപവും ഒന്നും അല്ല, കോടികൾ കൊടുത്താൽ കിട്ടാത്ത മനസ്സാണെന്നും അത് നിന്നിലുണ്ടെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് നീ നുണ പറഞ്ഞല്ലേ? നിന്നെ ഇവിടെ നിർത്തി കത്തിക്കുക വേണ്ടേ? ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ എൻഗേജ്മെന്റ് അങ്ങ് ക്യാൻസൽ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ. അതാണ് ശരി മിഥുനെ. കഴിഞ്ഞതൊക്കെ നല്ലതിനാണെന്ന് കരുതാം. സത്യം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച് ഇവരെ അടിച്ച് പുറത്താക്ക്. മോം, ഡാഡ്, ഹർഷിനിയും ചെറിയമ്മയും പറഞ്ഞതാണ് ശരി. ഈ ബന്ധം നമുക്കിനി വേണ്ട. മിഥുൻ ചേട്ടാ, പ്ലീസ്
ഇതെല്ലാം ഈ ജഗദീഷിന്റെ പ്ലാനാണ് മിഥുനേട്ടാ. മിഥുൻ ചേട്ടാ പ്ലീസ്, എന്റെ മേഘനേച്ചി പാവം. എന്റെ ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ചേച്ചിയെ വേദനിപ്പിക്കില്ലേ പ്ലീസ് മിഥുൻ ചേട്ടാ, പ്ലീസ്. താങ്ക് യു ബോസ്. ബോസ് എന്നെ ഇത്ര പെട്ടെന്ന് മനസ്സിലാക്കുമെന്നോ ഞങ്ങളുടെ പ്രണയത്തെ വിജയിപ്പിക്കുമെന്നോ വിചാരിച്ചില്ല. ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താടാ ഈ ബന്ധം വേണ്ട, ഈ നിശ്ചയം ഇവിടെ അവസാനിപ്പിക്കാം. മേഘന മോശം കുട്ടിയാണ്, അവളെ എന്റെ ജീവിതത്തിൽ ഇനി വേണ്ട. ഇങ്ങനെയുള്ള ഡയലോഗ്സ് അല്ലേ നീ ഇത്ര നേരം കേട്ട് സന്തോഷിച്ചത്? ഇത്രയും കാലം ശമ്പളം തന്ന് എന്നെ ചതിക്കാൻ നോക്കുന്നു നീ. എല്ലാവരുടെയും മുമ്പിൽ എന്റെ ഭാര്യ അവണ്ടവളെ നാണം കെടുത്തി. അങ്ങനെ എന്നെ ഡാമേജ് ആക്കാന്ന് വിചാരിച്ചല്ലേ? മേഘനെ, ഞാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞതിന് ക്ഷമിക്കേ. ഒരിക്കലും ഞാൻ അത്രക്കാരനല്ല. എന്നാ ഇതുപോലൊരു ഇഡിയറ്റ് നമ്മുടെ വീട്ടിൽ കയറി വന്ന് നിന്റെ വ്യക്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ അടിച്ചവന്റെ പല്ലു കൊഴിക്കേണ്ടതിന് പകരം എന്തിനാ നീ മൗനം പാലിക്കുന്നേ? ഇവനെ പോലുള്ളവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കല്ലേ വേണ്ടേ? ഇവനെയൊക്കെ പേടിക്കാൻ തുടങ്ങി ആ പേടി ഇവൻ മുതലെടുക്കുകയുള്ളൂ. ഇവനോടൊക്കെ ഉത്തരം പറയേണ്ടത് കണ്ണീരുകൊണ്ടല്ല, കാലിക്കിടക്കുന്ന ചെരിപ്പൂര് 2 കൊടുക്കുന്ന വിചാരിച്ചേ. പക്ഷെങ്കിൽ നീ ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഇതാണ് തെറ്റ് മേഘനെ. എടാ, എന്റെ മേഘന കളങ്കമില്ലാത്തവളാ, അതെനിക്ക് നല്ലപോലെ അറിയാം. ഗംഗാ നദിയുടെ പവിത്രത നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷെ മേഘന വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. എടാ, നീയെന്നവളെ പബ്ബിലേക്ക് വിളിച്ചോണ്ട് പോയ സമയത്തും കരഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുന്ന മേഘനയെ ഞാൻ കണ്ടതാ. എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്ത് പ്രോബ്ലം ആണെങ്കിലും സോൾവ് ചെയ്യാം. താൻ കരയാതിരിക്കേ. അന്നവളെ കരയിപ്പിച്ചത് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് നിന്നെ ഞാൻ കൊന്നു കൊഴിച്ചു മൂടിയനെ. എടാ, അവക്ക് നിന്നെ ഇഷ്ടമായിരുന്നല്ലേ പറഞ്ഞേ? ശരിക്കും അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നെങ്കിൽ അന്ന് എന്തിനാ പബ്ബിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങി ഓടിയത്? മോർഫിയുടെ ഈ ഫോട്ടോസ് കാണിച്ച് അവളുടെ ജീവിതം തകർക്കാന്ന് വിചാരിച്ചല്ലേ? നിനക്കറിയോ, അന്ന് മേഘനയുടെ കഴുത്തിൽ ഒരു ചെയിൻ ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ അങ്ങനെ ഒരു ചെയിൻ അവളുടെ കഴുത്തിലില്ല. അതിനർത്ഥം അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള ചിന്തയില് മോർഫിയുടെ ഫോട്ടോ ആയിട്ട് കയറി വന്ന് അവളും ഞാനുമായിട്ടുള്ള ബന്ധം തകർക്കാൻ അങ്ങ് വിചാരിച്ചല്ലേ? അന്ന് നീ എന്നെ അറ്റാക്ക് ചെയ്ത ദിവസം തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യിക്കേണ്ടതായിരുന്നു. പോട്ടെ എന്ന് വിചാരിച്ചതാ തെറ്റിപ്പോയത്. പക്ഷെ ഇനി ഇതുപോലെ എന്തെങ്കിലും നമ്പറുമായിട്ട് കയറി വന്ന പിന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ നിന്നെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളയും. സെക്യൂരിറ്റി, ഇവനെ പിടിച്ച് പുറത്താക്ക്.
മോം, മേഘനയ്ക്ക് മറ്റുള്ളവരെ സഹായിച്ച ശീലമുള്ളൂ. ചതിക്കാൻ അവൾക്കറിയില്ല മോം. എന്ത് വിഷമമുണ്ടെങ്കിലും അവൾ അത് സഹിക്കും. പക്ഷെ മറ്റൊരാൾ വിഷമിക്കുന്നത് കണ്ട ജീവൻ പണയം വെച്ചും അവരെ അവൾ സഹായിക്കാൻ നോക്കും. അല്ലാതെ മറ്റുള്ളവരെ ചീറ്റ് ചെയ്യാൻ അവൾക്ക് കഴിയില്ലമോ. അത്യപൂർവമായ വ്യക്തിത്വമാണ് അവൾ. ആത്മാഭിമാനത്തിന്റെ നിറകുടമാണ്. അവളുടെ നന്മയെ ചോദ്യം ചെയ്യാനാവില്ല. സൽസ്വഭാവത്തെ അളക്കാനും ആവില്ല. മേഘനയുടെ പരിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ പോലും നമുക്കാർക്കും ഒരു യോഗ്യതയില്ലമോ. ഇത്തരം കള്ളങ്ങളല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, സത്യത്തെയാണ്. സത്യം പോലും മിഥ്യയാണെന്ന് ചിലപ്പോൾ തോന്നും. അപ്പൊ ചിന്തിച്ച് വേണം തീരുമാനിക്കാൻ. ഈ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ നല്ലൊരു മനസ്സ് വേണം. ആ മനസ്സ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പെരുമാറാനൊക്കെ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? ഇങ്ങനൊരു പെണ്ണിനെ ഈ വീട്ടിലെ മരുമോളാക്കിയ സൊസൈറ്റിയിൽ നമുക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ഇതങ്ങ് വേണ്ടെന്ന് വെച്ചൂടെ? മേഘനെ, താനെന്തിനാ ഇപ്പൊ കരയുന്നേ? ഇപ്പോഴത്തെ ഈ കരച്ചിലിന് ഒരു വാലിഡ് റീസൺ എങ്കിലും പറ. പക്ഷെ താൻ കരയാതിരിക്കേണ്ടതിന് 100 റീസൺ എനിക്ക് പറയാൻ കഴിയും. എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ എനിക്കറിയായിരുന്നല്ലോ നീ എന്താണെന്നും നിന്റെ മനസ്സെന്താണെന്നും.